പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ജൂൺ മാസം 29-ാം തീയതി ഞായറാഴ്ച. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ മാസത്തിൻ്റെ 5-ാമത്തേതും അവസാനത്തേതുമായ വിശുദ്ധ ദിനത്തിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നാം ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ഈ ഞായറാഴ്ച ദിവസം ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ദൈവകൃപ അനുഭവിച്ച് ഇന്നിൻ്റെ പ്രതികൂലങ്ങളെ അതിജീവിച്ച് സന്തോഷത്തോടെ മുന്നേറുവാൻ സർവശക്തനായ ദൈവം ഏവരെയും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി കാതോർക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ശമൂവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 12-ാം അധ്യായം 20-ാം വാക്യം. 2 സാമുവേൽ ചാപ്റ്റർ 12 വേഴ്സ് 20 നാം ഇപ്രകാരം വായിക്കുന്നു: ഉടനെ ദാവീദ് നിലത്ത് നിന്ന് എഴുന്നേറ്റ് കുളിച്ച് തൈലം പൂശി വസ്ത്രം മാറി യഹോവയുടെ ആലയത്തിൽ ചെന്ന് നമസ്കരിച്ചു. അരമനയിൽ വന്ന് അവന്റെ കൽപ്പന പ്രകാരം അവർ ഭക്ഷണം അവന്റെ മുമ്പിൽ വെച്ചു. അവൻ ഭക്ഷിച്ചു. 2 ശമൂവേൽ 12-ാം അധ്യായത്തിന്റെ പ്രമേയം നമുക്കേവർക്കും വളരെ പരിചിതമാണ്. ദാവീദ് രാജാവ് ഒരിക്കലും ചെയ്യുവാൻ പാടില്ലാത്ത ഒരു വലിയ തെറ്റ് ചെയ്തു. ആ തെറ്റാണ് എന്ന് ബോധ്യം വരുത്തുവാൻ ദൈവം നാഥാൻ പ്രവാചകനെ നിയോഗിക്കുന്നു. നാഥാൻ പ്രവാചകൻ നല്ല ഒരു തിരക്കഥ വളരെ ചെറുതായി എന്നാൽ അർത്ഥഗർഭമായി ദാവീദിന്റെ അരമനയിൽ അവതരിപ്പിച്ചു. അവതരണത്തിന്റെ അവസാനം ദാവീദ് രാജാവ് ആക്രോശിച്ചു. അവൻ മരണയോഗ്യൻ, അവൻ അതിന്റെ വിലയുടെ 4 ഇരട്ടി കൊടുക്കണം. ഇത് കേട്ടുകൊണ്ട് നാഥാൻ പ്രവാചകൻ പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. ഓർക്കണം, ഒരു രാജ്യത്തിന്റെ രാജാവിന്റെ മുഖത്തു നോക്കി തെറ്റ് ചെയ്തവൻ മരണയോഗ്യൻ, 4 മടങ്ങ് പിഴ ഒടുക്കേണ്ടവൻ രാജാവ് തന്നെയാണ് എന്ന് പറയുവാനുള്ള ആർജവം, ദൈവകൃപ, ദൈവവിളി, ദൈവത്തിലുള്ള അകമഴിഞ്ഞ വിശ്വാസം അന്നിന്റെ പ്രവാചകനായ നാഥാന് ഉണ്ടായിരുന്നു. ഇന്ന് എന്ത് തെറ്റ് ആര് ചെയ്താലും കുഴപ്പമില്ല, സാരമില്ല, എല്ലാത്തിനും ആമീൻ പറയുന്ന ഒരു ക്രൈസ്തവ ആത്മീയ ലോകത്തിലാണ് നാമും ആത്മീയ ലോകവും പൊക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പുതിയ തലമുറ തെറ്റാണോ ചെയ്യുന്നത്, ശരിയാണോ ചെയ്യുന്നത് എന്ന് തിരുത്തുവാനും അവരെ കറക്റ്റ് ചെയ്യുവാനും ആർക്കും കഴിയാതെ വരുന്നു. അതുകൊണ്ട് സകല സഭയ്ക്കകത്തും ഏറ്റവും ഹീനവും മ്ലേച്ഛവുമായ കാര്യങ്ങൾ ആർക്കും ഒരു മനസാക്ഷിക്കുത്തുമില്ലാതെ നടക്കുകയാണ്. നിർഭാഗ്യവശാൽ നമ്മളതൊക്കെ കണ്ടും കേട്ടും കണ്ണടച്ചങ്ങ് പോകുകയാണ്. പുറത്താരോടും പറയുന്നില്ല എന്ന് മാത്രം. എന്നാൽ ദാവീദ് നാഥാൻ പ്രവാചകൻ പറഞ്ഞത് കേട്ട് നാഥാൻ പ്രവാചകന്റെ തല വെട്ടുവാൻ കൽപ്പന കൊടുക്കുകയല്ല ചെയ്തത്. ഹിത്യനായ ഊരിയാവിനെ വാൾ കൊണ്ട് കൊല്ലുവാൻ സകല പദ്ധതിയും ഒരുക്കി കൊന്ന് അവന്റെ ഭാര്യയെ സ്വന്തമാക്കി. ഈ തെറ്റ് ബോധ്യപ്പെടുത്തിയപ്പോൾ ദാവീദ് ഏറ്റുപറയുന്നു. എന്നാൽ പ്രവാചകൻ പറയുകയാണ്, നീ മരിക്കയില്ല, പക്ഷേ നീ ഇതിന്റെ പരിണിത ഫലം അനുഭവിച്ചേ മതിയാവൂ.
പറയുന്നുണ്ട്, നിനക്ക് അവളിൽ ജനിച്ച കുഞ്ഞ് മരിച്ചു പോകും. നാം ഇന്നത്തെ വാഗ്ദത്ത വചനത്തിന്റെ കാതലായ ഭാഗത്തേക്ക് വരികയാണ്. നാം കാണുന്നു, മാരകമായ രോഗം പൈതലിനുണ്ടായി. ഓർക്കണം, ജനിച്ച കുഞ്ഞാണ്. യഹോവ അവനെ ബാധിച്ചു. ദാവീദ് ചെയ്തതിന്റെ പരിണിത ഫലം ആ പൈതലിനെ ബാധിച്ചു. ഇതറിഞ്ഞ ദാവീദ് ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ, ഉപവാസത്തോടെ, പ്രാർത്ഥനയോടെ ലിറ്ററലി നെടുമ്പാട് വീണു. അവന്റെ ബാല്യക്കാരൊക്കെ ഒത്തിരി ശ്രമിച്ചു, പക്ഷേ സമ്മതിച്ചില്ല. നാം വായിക്കുന്നുണ്ട്, പൈതൽ മരിച്ചു. മരിച്ചു എന്ന് ബാല്യക്കാർ തമ്മിൽ സംസാരിക്കുന്നതും മന്ത്രിക്കുന്നതും കേട്ട് ദാവീദിന് മനസ്സിലായി. ദാവീദ് അവരോട് ചോദിച്ചപ്പോൾ വിവരം അറിഞ്ഞു. അവർ പറയുന്നുണ്ട്, നമ്മൾ എങ്ങനെ ഈ വിവരം പറയും? കുഞ്ഞ് രോഗബാധിതനായി മരണ നിഴലിലായിരുന്നുവെങ്കിലും ജീവനോടെ ഇരുന്നപ്പോൾ പോലും നമ്മൾ പറഞ്ഞത് കേൾക്കാത്ത ഈ രാജാവ് മരണവാർത്ത കേൾക്കുമ്പോൾ എങ്ങനെ പ്രതികരിക്കും? അതിന്റെ പ്രതികരണമാണ് ഇന്നത്തെ വാഗ്ദത്ത വചനമായ 20-ാം വാക്യം. കുഞ്ഞിന്റെ മരണവാർത്ത അറിഞ്ഞ ഉടനെ ദാവീദ് നെടുമ്പാട് വീണ് കിടന്ന നിലത്തു നിന്നും എഴുന്നേറ്റ് കുളിച്ച് തൈലം പൂശി ദൈവാലയത്തിൽ ചെന്ന് നമസ്കരിച്ചു. എന്നിട്ടോ രാജാവ് പറഞ്ഞിട്ട് ഭക്ഷണം കൊണ്ടുവന്നു. അവനത് ഭക്ഷിച്ചു. നാം താഴോട്ട് വായിക്കുമ്പോൾ ഇത് കണ്ട് അത്ഭുതപ്പെട്ട് ബാല്യക്കാർ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അതെ, കുഞ്ഞ് ജീവനോടെ ഇരുന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ഉപവസിച്ചു. ഒരുപക്ഷെ ദൈവം അവനെ എന്നിൽ നിന്നും എടുക്കുമെന്ന് പറഞ്ഞുവെങ്കിലും, എന്നോട് ദയ തോന്നിയെങ്കിലോ, പക്ഷെ ദൈവഹിതം അതല്ലായിരുന്നു. അതുകൊണ്ട് മരിക്കുന്ന അവസാന സമയം വരെ ഞാൻ ദൈവസന്നിധിയിൽ ഉപവസിച്ച് നെടുമ്പാട് വീണ് എന്റെ ഭാഗത്തു നിന്നും മാക്സിമം ഞാൻ ട്രൈ ചെയ്തു, കിട്ടിയില്ല. ഇനിയും ഞാൻ അതിനുവേണ്ടി എങ്ങനെ, എന്തിനു വേണ്ടി ഉപവസിക്കണം? ഇനിയും ആ കുഞ്ഞ് എന്റെ അടുക്കലേക്കല്ല വരുന്നത്, ഞാൻ അവന്റെ അടുക്കലേക്കാണ് പോകുന്നത്. അതെ പ്രിയമുള്ളവരെ, ഇന്നത്തെ വാഗ്ദത്ത വചനത്തിന് പരിശുദ്ധാത്മാവ് നൽകുന്ന പേരാണ് സ്പിരിച്വൽ മാച്യൂരിറ്റി, ആത്മീയമായ പക്വത. ഇന്നത്തെ ക്രൈസ്തവ ലോകത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇതാണ്. ഈ വിശുദ്ധ ദിനം അതിരാവിലെ ദേവാലയത്തിൽ ആരാധനയ്ക്ക് പോകാനായി തയ്യാറെടുത്ത് നിൽക്കുന്ന പ്രിയമുള്ള മാതാപിതാക്കളും സഹോദരങ്ങളും എന്റെ യുവജന സുഹൃത്തുക്കളും കുഞ്ഞുങ്ങളും ഒക്കെ വാഗ്ദത്ത വചനം കേൾക്കുന്നുണ്ടാവും. നിങ്ങളുടെ സഭയും നല്ലതാ, ആരാധനയും നല്ലതാ, കൂട്ടായ്മയും നല്ലതാ, കൂട്ടവും നല്ലതാ, ഉപവാസവും നല്ലതാ, വ്യക്തിപരമായ പ്രാർത്ഥനയും നല്ലതാ. ഒറ്റ ശ്വാസത്തിന് 1 മണിക്കൂർ ഉലകത്തിലുള്ള സകല വിഷയങ്ങളും വെച്ച് പ്രാർത്ഥിക്കും. പക്ഷെ നിർഭാഗ്യവശാൽ ആത്മീയ പക്വത നമുക്കില്ല. കാരണം ദൈവത്തിന്റെ ഹിതം നിറവേറിയ ഒരു വിഷയത്തെ ചൊല്ലി നമ്മുടെ അവസാന ശ്വാസം വരെ നാം വിലപിച്ചുകൊണ്ടും പിറുപിറുത്തുകൊണ്ടും അതുമായിട്ട് ബന്ധപ്പെട്ട സകലരെയും പഴിച്ചും ശപിച്ചും ജീവിക്കുന്ന ആത്മീയ പക്വതയില്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതമല്ലേ നാം നയിക്കുന്നത്? അവരോടൊന്ന് ചിന്തിച്ചാട്ട്. പറയുമ്പോൾ നമ്മളെ പോലെ തികഞ്ഞവർ ആരുമില്ല. പക്ഷേ കഴിഞ്ഞു പോയതിനെ ഓർത്തും വരാൻ പോകുന്നതിനെ ഓർത്തും ഒക്കെ നമ്മളങ്ങ് ചിന്തിച്ച് ആകുലപ്പെട്ട് ആകമാനം ബുദ്ധിമുട്ടിലായി നമ്മുടെ പ്രാർത്ഥനയെല്ലാം വെള്ളത്തി വരച്ച വര പോലെ ഇല്ലാതാകിയ ഈ വിശുദ്ധ ദിനം ദാവീദ് നമ്മളെ ഒരു പാഠം പഠിപ്പിക്കുകയാണ്. ചുമ്മാതെ കുറെ കൂട്ടായ്മ കൂടിയിട്ടും കർത്തൃമേശ കൂടിയിട്ടും പ്രസംഗം കേട്ടിട്ടും
പ്രസംഗിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒന്നും ഒരു കാര്യവുമില്ല. നമ്മുടെ ദൈവം ആരാണ്, ദൈവപ്രവൃത്തി എന്താണ് എന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കാത്തിടത്തോളം കാലം നമ്മുടെ ഈ ആത്മീയ ജീവിതത്തിന്റെ പക്വതക്കുറവ് നമ്മുടെ മരണം വരെ നമ്മളെ പിന്തുടരും. അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതം നശിക്കുകയും ഒരിക്കൽ പോലും ഉള്ളു തുറന്ന് ചിരിക്കാൻ പറ്റാതെ, സന്തോഷിക്കാൻ പറ്റാതെ, മുഖം ഒന്ന് പ്രസാദിക്കാൻ പറ്റാതെ എപ്പോഴും ആകമാനം ശപികേടും പഴിയും ദുഷിയുമായി നമ്മുടെ ജീവിതം ഇങ്ങനെ ബുദ്ധിമുട്ടി ഞെരടിത്തീർക്കുന്ന ഒരു ദുരവസ്ഥയിലാണ്. ഈ പ്രഭാതത്തിൽ ദാവീദ് നമ്മെ ഒരു പാഠം പഠിപ്പിക്കുകയാണ്. അതെ, നമുക്കൊരു വിഷയമുണ്ടായി. അത് മകനോ മകൾക്കോ കുടുംബാംഗങ്ങൾക്കോ നമ്മക്കോ എന്തുമായിക്കൊള്ളട്ടെ, ആ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. അതിനുവേണ്ടി എന്നാലാവോളം ദൈവസന്നിധിയിൽ ഉപവസിച്ചോ അല്ലാതെയോ പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ആവോളം ദൈവസന്നിധിയിൽ ജാഗരിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ ഹിതം അതിൽ നിറവേറിക്കഴിഞ്ഞാൽ, ദൈവഹിതം നിറവേറിയതിന് ഉൾക്കൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് അത് മനസ്സിലാക്കി സ്തോത്രം ചെയ്ത് അതിനെ ഉൾക്കൊള്ളുവാൻ, സ്വീകരിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ അതിന് പറയുന്ന പേരാണ് ആത്മീയ പാപ്പരത്വം, ആത്മീയ പക്വതമില്ലായ്മ. ഈ ഞായറാഴ്ച രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ, പ്രായമുള്ളവർ, പ്രായം കുറഞ്ഞവർ, ആത്മീയ ശുശ്രൂഷയിൽ വർഷങ്ങളുടെ പഴക്കവും പരിചയമുള്ളവർ, പക്ഷേ ആത്മീയ പക്വതയുണ്ടോ? ഉള്ള കാര്യത്തെ അംഗീകരിക്കാൻ തയ്യാറാണോ? ഇപ്പോഴും നമ്മൾ അവിടെ നിൽക്കുകയാണ്. ഇപ്പോഴും നമ്മൾ അതിനുവേണ്ടി വാശി പിടിക്കുകയാണ്. അതുകൊണ്ട് എന്തു പറ്റുന്നു? ഇന്നിന്റെ സന്തോഷം, ഇന്നിന്റെ ആത്മീയ, ഇന്നിന്റെ ദൈവകൃപ സകലവും നഷ്ടപ്പെടുത്തി നമ്മുടെ ജീവിതം വെറുതെ ശാപമാക്കി തീർക്കുകയാണ്. വെറുതെ മൃഗത്തിന് തുല്യം ആർക്കോ വേണ്ടി ജീവിച്ച് അവസാനിപ്പിക്കുകയാണ്. അതിനുള്ളതല്ല നമ്മുടെ ജീവിതം. ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും എന്നെയും നിങ്ങളെയും അണിയിച്ച് ഈ ഭൂമിയിൽ വിവേകത്തോടും ജ്ഞാനത്തോടും പരിജ്ഞാനത്തോടും ആക്കിയിരിക്കുന്ന ഞാനും നിങ്ങളും ആത്മീയ പക്വതയോടെ ദൈവകൃപയോടെ ജീവിക്കണം. നമ്മുടെ ജീവിതത്തിൽ നല്ലതോ തീയതായി നാം പറയുന്ന സകലതും ദൈവഹിതമാണ്. അത് ഞാൻ സ്വീകരിക്കുന്നു, ഉൾക്കൊള്ളുന്നു, സന്തോഷത്തോടെ സമ്മതിക്കുന്നു എന്ന് പറഞ്ഞ് സ്തോത്രത്തോടെ അടുത്ത കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുക. ദാവീദ് കിടന്നിടത്തു നിന്ന് എഴുന്നേറ്റ് കുളിച്ചു തൈലം പൂശി ആരാധന കഴിഞ്ഞ് ഭക്ഷണം കൊണ്ടുവരാൻ കൽപ്പിച്ചു. ഭക്ഷണം കഴിച്ചു. അന്നുവരെ അവർ കേട്ടിട്ടില്ലാത്ത പുതിയൊരു തിയറി, പുതിയൊരു തിയോളജി, പുതിയൊരു മാനിഫെസ്റ്റോ ദാവീദ് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് ഇന്നിന്റെ നമുക്കുമുള്ള ഗുണപാഠമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം വളരെ ആത്മീയ പക്വതയോടും ദൈവകൃപയോടും ഉൾക്കൊള്ളുവാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും ആഹ്വാനം ചെയ്യുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഭീമമായ നഷ്ടം, അത് ബിസിനസ്സിൽ, പണം കാര്യത്തിൽ അല്ല, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ വേർപാട്, കുടുംബത്തിനേറ്റ ആഘാതം, പ്രതികൂലങ്ങൾ, കുഞ്ഞുങ്ങൾ മുഖാന്തരം ഉണ്ടായിരിക്കുന്ന വലിയ മാനക്കേട്, ബുദ്ധിമുട്ടുകൾ, നിയമപ്രശ്നങ്ങൾ, ജോലി നഷ്ടപ്പെട്ടത് മൂലമുണ്ടായ പ്രതിസന്ധികൾ, ആരോഗ്യകരമായ വലിയ വേദനകൾ, വ്യക്തിപരമായ മാനസിക സംഘർഷങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, അവയെ പ്രാർത്ഥനയോടെ നേരിടുവാൻ, ആത്മീയ പക്വതയോടെ അതിനെ ഏറ്റെടുത്ത് സ്തോത്രത്തോടെ അതിജീവിപ്പാൻ ഈ വിശുദ്ധ ദിനം സ്വർഗത്തിലെ ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ഈ ആഹ്വാനം ഹൃദയംഗമായി സ്വീകരിച്ച് പ്രാർത്ഥനയോടെ മുൻപോട്ട് പോയി ശിഷ്ടമുള്ള കാലം
ദൈവം തരുന്ന ഒരു മിനിറ്റെങ്കിൽ ആ ഒരു മിനിറ്റ് ദാവീദിനെ പോലെ സന്തോഷത്തോടെ, സ്തോത്രത്തോടെ, വെല്ലുവിളിയെ പ്രാർത്ഥനയോടെ നേരിട്ട് ദൈവകൃപയോടെ മുന്നേറുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഓരോരുത്തരെയും ഒരുക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, ഹൃദയങ്ങളെ ഒരുക്കാം, കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. സകല മാലാഖ വൃന്ദങ്ങളും സകല ഭൂചരാചരങ്ങളും ആരാധിക്കുന്ന ഞങ്ങളുടെ സൃഷ്ടിതാവാം ദൈവമേ, ലോകമെമ്പാടുമുള്ള വിശുദ്ധ ജനത്തോട് ചേർന്ന് ഈ പരിശുദ്ധമായ ദിനം അങ്ങേ വാഴ്ത്തുവാൻ, ആരാധിപ്പാൻ ഞങ്ങളെയും ജീവനുള്ള ദേശത്ത് ജീവനുള്ള ദേഹിയായി നിലനിർത്തിയതിനായി സ്തോത്രം. ഈ മാസത്തിന്റെ 5-ാമത്തെ വിശുദ്ധ ദിനം പ്രാർത്ഥനയോടെ, സ്തോത്രത്തോടെ അടുത്തു വരുന്നു. ദാവീദിന്റെ ജീവിതത്തിൽ നേരിട്ട കുറവ്, പാപം ഏറ്റുപറയുകയും അതിന് ദൈവം കൊടുത്ത ശിക്ഷ സ്വീകരിക്കാൻ തയ്യാറാവുകയും, എന്നാൽ ദൈവത്തോട് ആവോളം ഉപവസിച്ച് പ്രാർത്ഥിക്കുകയും ദൈവത്തിന്റെ ഹിതം നിറവേറിയപ്പോൾ അത് പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ച് അതിനെ അതിജീവിച്ച വലിയ വചനത്തിന്റെ സത്യം ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ. അപ്പ ഞങ്ങൾ പലപ്പോഴും പിറുപിറുക്കുന്നവരാ, കഴിഞ്ഞുപോയ പലതിനെയും ചൊല്ലി അന്യോന്യം കുറ്റപ്പെടുത്തുകയും ഞങ്ങൾ സ്വയം നീറി ഇല്ലാതാവുകയും ചെയ്യുന്നവരാ. അത് ഞങ്ങളുടെ ആത്മീയത്തിന്റെ അപക്വതയാണെന്നും തിരിച്ചറിവില്ലായ്മയാണെന്നും ഇന്ന് ഞങ്ങൾ വചനത്തിൽ കൂടെ മനസ്സിലാക്കിയല്ലോ. അങ്ങനെയെങ്കിൽ ഈ നാളുകൾ ആത്മീയ പക്വതയോടെ കാര്യങ്ങളെ കാണുവാൻ, പ്രാർത്ഥനയോടെ അതിനെ അതിജീവിപ്പാൻ ദാവീദിന് കൊടുത്ത വലിയ ദൈവകൃപ ഞങ്ങൾക്കും നൽകണം. വചനം കേട്ട ഓരോന്നിന്റെ മക്കളെയും അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിനം എല്ലാ നിലകളിലും അതാസ്ഥാനങ്ങൾ അനുഗ്രഹിച്ച് ആരാധനയിൽ സംബന്ധിച്ച് ദൈവകൃപയെ അനുഭവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ദാവീദിന്റെ ജീവിതാനുഭവം നമുക്ക് ഒരു വലിയ ഗുണപാഠമാവട്ടെ. നമ്മളത് വായിച്ചും കേട്ടും വിട്ടുകളയരുത്. എന്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ അത് അനുവർത്തിക്കണം, അന്വർത്ഥമാക്കണം. അതെ, കഴിഞ്ഞു പോയതിനെയും മറ്റ് പലതിനെയും ഓർത്ത് നീറിപ്പുകയാനും സങ്കടപ്പെടാനും നമ്മുടെ സന്തോഷകരമായ ജീവിതം നശിപ്പിക്കാനുമല്ല ദൈവം നമ്മെ വിളിച്ചത്. ദൈവം നൽകിയത് സ്തോത്രത്തോടെ സ്വീകരിച്ച് അതിനെ അതിജീവിച്ച് ദൈവകൃപയോടെ മുന്നേറുവാൻ നമ്മെ ഓരോരുത്തരെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരുക്കട്ടെ. ദാവീദിന്റെ ഈ വലിയ അനുഭവം നമ്മുടെ ജീവിതത്തിൽ പുതുക്കത്തിനും നന്മയ്ക്കും അനുഗ്രഹത്തിനും ഉതകട്ടെ. അങ്ങനെ സന്തോഷകരമായ ജീവിതം നയിപ്പാൻ ഈ വിശുദ്ധ ദിനം സ്വർഗത്തിലെ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിനായി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ പ്രാർത്ഥനാപൂർവം താഴ്ത്തിയേൽപ്പിക്കാം. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.